മാർച്ച് 23 ശനിയാഴ്ച, നോമ്പുകാലത്തെ 5-ാമത്തെ ആഴ്ച. യോഹന്നാൻ 11:45 മുതൽ 56 വരെ വാക്യങ്ങൾ. നാം നോമ്പുകാലത്തിൻ്റെ അവസാന ദിവസത്തിലാണ്. നാളെ വിശുദ്ധവാരം ആരംഭിക്കുന്നു. ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ വിജയകരമായ പ്രവേശനം സഭ അനുസ്മരിക്കുകയാണ് കുരുത്തോല ഞായറാഴ്ച. അവിടെ അദ്ദേഹത്തെ ജനക്കൂട്ടം അവരുടെ നേതാവും രാജാവുമായി വാഴ്ത്തുന്നു. ഈ ദിവസത്തെ പാഷൻ സൺഡേ അല്ലെ പീഡാസഹന ഞായറാഴ്ച എന്നും വിളിക്കുന്നുണ്ട്. യേശുവിൻ്റെ ഒറ്റിക്കൊടുക്കൽ, അറസ്റ്റ്, വിചാരണ, പീഡനം, വധശിക്ഷ എന്നിവയുടെ കഥയാണ് ഈ ദിവസം നാം ഓർക്കുന്നത്. അതിനാൽ വൈരുദ്ധ്യങ്ങളും വിരോധാഭാസങ്ങളും നിറഞ്ഞൊരു ദിവസമാണിത്. മനുഷ്യവികാരത്തിൻ്റെ ചഞ്ചലത പൂർണ്ണമായി പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ദിവസം. ഇന്ന് ചില യഹൂദന്മാർ ആവേശത്തോടെ ഫരിസേയരെ സമീപിച്ച് യേശു ഒരു മനുഷ്യനെ, അതായത് ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് അവരോട് പറയുന്നു. ഈ വാർത്ത കേട്ട് ആശ്ചര്യപ്പെടുന്നതിന് പകരം ഈ വാർത്ത ഫരിസേയരുടെ അവസാനത്തെ ക്ഷമയുടെ കണികയാണെന്ന് തോന്നുന്നു. അവർക്ക് യേശുവിനെ കൊണ്ട് മതിയായി. തങ്ങളുടെ ജീവിതത്തിൽ നാശം സൃഷ്ടിക്കുന്ന ഈ മനുഷ്യനെ അവർ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. മുഖ്യപുരോഹിതന്മാരും ഫരിസേയരും സൻഹദ്രിൻ യോഗം വിളിച്ചു. ഈ മത ഉദ്യോഗസ്ഥർ യേശുവിനെയും ജനങ്ങളുമായുള്ള അവൻ്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും കുറിച്ച് അങ്ങേയറ്റം ഉത്കണ്ഠാകുലരായിരുന്നു. അവർക്ക് ദ്വേഷവും ഭയവും ഉണ്ടായിരുന്നു. ജനങ്ങളോടൊപ്പം തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുന്നതായി സൻഹദ്രിൻ തിരിച്ചറിഞ്ഞു. ഇത് തുടരാനാകില്ല. യേശു അവരുടെ ശക്തിക്കും നിയന്ത്രണത്തിനൊരു ഭീഷണി മാത്രമല്ല, റോമാക്കാർ വന്ന് തങ്ങളുടെ ദേശം പിടിച്ചെടുക്കുകയും അവരുടെ രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്യുമോ എന്ന ആശങ്കയും അവർക്കുണ്ടായിരുന്നു. സൻഹദ്രിൻ യോഗത്തിനിടയിൽ മഹാപുരോഹിതനായ കയ്യഫാസ് അവരിൽ പലരും ചിന്തിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു. യേശു മരിക്കണം, മറ്റൊരു വഴിയുമില്ല. അവൻ അവരുടെ അധികാരത്തിന് വളരെയധികം ഭീഷണിയായിരിക്കുന്നു. രാഷ്ട്രത്തെ ശിഥിലമാക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മനുഷ്യൻ മരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കയ്യഫാസ് ഈ നടപടിയെ ന്യായീകരിക്കുന്നത്. അങ്ങനെ അരങ്ങൊരുങ്ങി തീരുമാനം എടുത്തു. യേശുവിനെ എങ്ങനെ കൊല്ലാമെന്ന് അവർ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. ഫരിസേയർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. അവൻ തൻ്റെ ശിഷ്യന്മാരുമായി എഫ്രൈമിലേക്ക് പോകാൻ തീരുമാനിക്കുന്നതുവരെ ജെറുസലേമിൻ്റെ നിഴലിൽ താമസിച്ചു. പെസഹയുടെ സമയമാകുന്നതുവരെ എഫ്രൈമിൽ താമസിച്ചു. പെസഹ തിരുനാളിന് ജെറുസലേമിലേക്ക് പോയ പലരും യേശുവിനെ അന്വേഷിച്ചു. അവർ അവനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ അവനെ നേരിട്ട് കാണാൻ ആഗ്രഹിച്ചു. അവൻ്റെ പ്രസംഗം കേൾക്കാമെന്ന് അവർ പ്രതീക്ഷിച്ചു. എന്നിരുന്നാലും യേശുവിനെ അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരു ചോയ്സ് ഉണ്ട്. ഈ ആഴ്ച മുഴുവനും യേശുവിനോടൊപ്പം നടക്കുക, അല്ലെങ്കിൽ എല്ലാം സാധാരണമാണെന്ന മട്ടിൽ നമ്മുടെ ജീവിതം തുടരുക. യേശു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ചു. ഈ വിശുദ്ധ ആഴ്ചയിലൂടെ നാം സമയമെടുത്ത് യേശുവിനോടൊപ്പം നടക്കുമോ? അതോ നമ്മുടെ കുടുംബത്തെ സന്ദർശിക്കുന്നതിനോ ഷോപ്പിങ്ങിനോ യാത്രയ്ക്കോ വേണ്ടി നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുകയും മരണത്തിലൂടെ നമുക്ക് നിത്യജീവൻ്റെ വാഗ്ദാനം നൽകിയ മനുഷ്യനെ അവഗണിക്കുകയും ചെയ്യുമോ? തീരുമാനം നമ്മൾ ഓരോരുത്തരുടേതുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട്
ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.